നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഏപ്രിൽ മാസം കൂടുതൽ സഹായം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിപ്പ് വന്നിരുന്നു. 11,000 കോടിയോളം രൂപ ഇപ്പോൾ കടമെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ വായ്പാ പരിധി പുനർനിശ്ചയിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷുവിന് മുൻപ് ആനുകൂല്യം ലഭിക്കുമോ എന്ന കാര്യങ്ങളും ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് വരുന്നുണ്ട്. 2 മാസത്തെ സഹായം ഒരുമിച്ച്, അതായത് വിഷുക്കാലത്തിലൊക്കെ നമുക്ക് മുൻപ് ലഭിച്ചിരുന്നത് പോലെ തന്നെ കുടിശ്ശികയുടെ ഒരു ഗഡു, അതോടൊപ്പം തന്നെ ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം, ഇതൊക്കെ നേരത്തെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ വിശേഷ ദിവസങ്ങളിൽ മുൻപ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതേ രീതിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ നിലവിൽ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സ്ഥിതി അങ്ങനല്ലായിരുന്നു. നിലവിൽ മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ മാസം ഇത്തരത്തിൽ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. എങ്കിലും സാധാരണക്കാരുടെ കുടിശ്ശിക വന്നിട്ടുള്ള 3 ഗഡുക്കൾ ഉൾപ്പെടെ ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ, അതും ഒക്ടോബർ നവംബറിനുള്ളിൽ തന്നെയൊക്കെ നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഇലക്ഷൻ കൂടി വരുന്നൊരു പശ്ചാത്തലത്തിലാണ് വിവിധ ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ തീർക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ കഠിനമായിട്ട് തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചിലർക്ക് മാർച്ച് മാസത്തെ പെൻഷനിൽ ചില തടസ്സങ്ങൾ നേരിട്ടതായിട്ട് അറിയിപ്പ് വരുന്നുണ്ട്. ആ തടസ്സങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് എല്ലാവർക്കും ആനുകൂല്യം കൃത്യമായിട്ട് തന്നെ എത്തിച്ചേരുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള വിഹിതമുണ്ട്, 200 രൂപ മുതൽ 500 രൂപ വരെ. അതിൻ്റെ വിഹിതവും കഴിഞ്ഞ ആഴ്ച തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലഭിക്കാനുള്ളവർക്കും ഈ ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിലേക്ക് സഹായം എത്തിച്ചേരുന്നതാണ്. ഇനി അത് മാത്രമല്ല, മുൻപുള്ള മാസങ്ങളിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ട്, അവർക്കുള്ള സഹായവും ഒരുമിച്ചൊക്കെ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. 2 ഗഡുക്കളൊക്കെ ഒരുമിച്ച് ക്രെഡിറ്റ് ആയ പല ഗുണഭോക്താക്കളുമുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് റേഷൻ വിതരണം 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം. എവേ റേഷൻ കാർഡിന് 1 കിലോ പഞ്ചസാര ഉൾപ്പെടെയുണ്ട് 27 രൂപ നിരക്കിൽ. BPL റേഷൻ കാർഡിന് സൗജന്യ നിരക്കിലുള്ള അരിയും ഗോതമ്പുമുണ്ട്. ആട്ടയ്ക്ക് 9 രൂപ മാത്രം നൽകിയാലും മതിയാകും. ഇനി APL വിഭാഗത്തിലെ റേഷൻ കാർഡുകളിൽ നീല റേഷൻ കാർഡിന് 3 കിലോ സ്പെഷ്യൽ അരിയും ഈ മാസം അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ആളൊന്നിന് 2 കിലോ ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അതുകൂടാതെയാണ് 3 കിലോ സ്പെഷ്യൽ 10 രൂപ 90 പൈസ നിരക്കിൽ. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരിയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത്. ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡാണെങ്കിൽ 2 കിലോ ഭക്ഷ്യധാന്യം 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ പ്രീ പ്രൈമറി തലം മുതൽ 8-ാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതിയിൽ പേര് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 4 കിലോ വീതമുള്ള സ്പെഷ്യൽ അരി വിതരണം, സൗജന്യമായിട്ടുള്ള അരി വിതരണം ആരംഭിക്കുകയാണ്. അത് വിവിധ മേഖലകളിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. ലഭിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ഈ കാര്യങ്ങളൊന്ന് അറിയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. പല മേഖലകളിലും വ്യത്യസ്ത സമയക്രമീകരണമാണുള്ളത്. കാരണം പരീക്ഷാ കാലഘട്ടമായിരുന്നു. അതൊന്ന് കഴിഞ്ഞ ശേഷം വിതരണം നടത്തുന്ന രീതിയും സ്വീകരിക്കുന്നുണ്ട്. ചില മേഖലകളിൽ രക്ഷിതാക്കൾ വന്ന് വാങ്ങുന്ന രീതിയാണ്. ചിലയിടത്ത് വിദ്യാർത്ഥികളുടെ പക്കൽ തന്നെ സഹായം കൊടുത്തു വരുന്ന രീതിയുമുണ്ട്. സപ്ലൈകോയിൽ നിന്നും ആനുകൂല്യങ്ങൾ നമ്മളുടെ സ്കൂളുകളിൽ എത്തിച്ചാണ് വിതരണം നടത്തുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡുള്ള ഗുണഭോക്താക്കൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക. വിവിധ ക്രമീകരണങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്കെല്ലാം ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് OTPകൾ അയക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ OTPകൾ ചില ഫോണുകളിലേക്ക് എത്തിച്ചേരാതെ വരുന്ന സാഹചര്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ മൊബൈൽ നമ്പറുകൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന മൊബൈൽ നമ്പർ അപ്ഡേഷൻ വരുത്തേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.